അമ്മേ ഈ പ്രാവശ്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനിക്കണം. എന്നും ഇതുപോലെ വന്നു പോകാൻ ഞങ്ങൾക്ക് പറ്റൂല. ആ അത് തന്നെ, എത്ര രൂപയാണ് ഒരു വരവിന് വേണ്ടത്? എനിക്ക് ജോലിയൊന്നുമില്ല, ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണം വരാനായിട്ടുള്ള വണ്ടിക്കൂലി മേടിക്കാൻ. ഇവക്ക് പിന്നെ ജോലി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഭർത്താവിനോടൊന്നും ചോദിക്കണ്ടല്ലോ. അതെ, ഞങ്ങളുടെ കുഴപ്പമില്ല, പഠിക്കാൻ വിട്ട പഠിക്കണമായിരുന്നു, അല്ലാണ്ട് മരം കയറാൻ പോയി ഇങ്ങനെ ഇരിക്കും. അതും ശരിയാണ്. എന്ത് ശരി? ഓ, അവളെ അധികം സപ്പോർട്ട് ചെയ്യണ്ടട്ടാ. എൻ്റെ ഒപ്പം തന്നെയാണ് വീട്ടിലോട്ട് വരേണ്ടത്. ഓ, ഇതിന്റെ ഒപ്പൊക്കെ ഈ ചേട്ടൻ എങ്ങനെ ജീവിക്കണം എന്നാവോ? അയ്യോടി, നീ അധികം തുള്ളണ്ട. നീയേ എനിക്ക് വന്ന നിന്റെ ഭർത്താവിന്റെ ആലോചന PSC റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് തട്ടിയെടുത്തവളല്ലേ നീ. ആ, അതിനും വേണം കഴിവ്. കുഞ്ഞുമോളെ മതി, ചേച്ചിയല്ലേ. ഈ മനുഷ്യൻ. ആ, ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ നിർത്തണ്. ഓ, ഇല്ലെങ്കി ഇപ്പൊ മൂക്കിൽ വലിച്ചേറ്റിയാനെ ഒന്ന് പോടി. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കോ? അമ്മ അവിടെ കിടക്കണുണ്ട്. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? ആ, അമ്മ തന്നെ പറയട്ടെ അങ്ങട്. എന്തേലും തീരുമാനിക്കാണ്ടെങ്കിൽ ഇപ്പൊ തീരുമാനിക്കണം. ഇന്ന് തന്നെ. എനിക്കും പോയിട്ട് പരിപാടികളുള്ളതാണ്. ഞാനാണെങ്കിൽ ആ പശുക്കളെ മുഴുവൻ ആ ബംഗാളികളെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കണത്. അവന്മാരാണ് അതിനെ കൊണ്ടിടക്കണത്. 10-20 പശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? നോക്കണ്ടേ ഇതിനേക്കാ. എൻ്റെ പൊന്ന് ചേച്ചിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കേ. ഇവിടെ നടക്കണ ചർച്ച എങ്ങാനും കേട്ട് അമ്മ തരാൻ വെച്ചേക്കണതും കൂടി തന്നില്ലെങ്കിലാ. ആ, മിണ്ടാതിരിക്കേ. വകതിരിവൻ വേണ്ടേ നമുക്ക്? പിള്ളേർക്കോ അത് ബോധമില്ലെന്ന് വെക്കാം, വലിയ ആൾക്കാരെ നമ്മളെങ്കിലും ബോധത്തിലിരിക്കണ്ടേ? ആഹാ, എനിക്കും എൻ്റെ ഭർത്താവിനെ അവകാശപ്പെട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലാണ്ട് പിച്ചക്കാശല്ല. എൻ്റെ കെട്ടിയോൻ കിടപ്പിലായി പോയി നിങ്ങളുടെ ഭാഗ്യമില്ലെങ്കിൽ ഇവിടെ കാണായിരുന്നു വെട്ടും കുത്തും നടന്നേനെ. ഇവിടെ എല്ലാവർക്കും ഉള്ളത് അമ്മ തരും. തന്നില്ലെങ്കിലേ നമുക്ക് കേസിന് പോവാം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പേടിയൊന്നുമില്ല. എന്നാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള ഞങ്ങൾ മേടിച്ചെടുക്കും. ഞങ്ങൾക്കറിയാം. എനിക്കതല്ല, ഈ കല്യാണം കഴിച്ചു വിട്ട ഈ 2 പെണ്ണുങ്ങളും വന്ന് ഇവിടെ നിന്ന് കുരക്കണം എന്തിനാന്നാണ് ഞാൻ ആലോചിക്കണേ. അമ്മായി അപ്പൊ പറഞ്ഞു തന്നെ ഞങ്ങളുടെ അച്ഛന് ഇതിനകത്ത് ഒരു അവകാശം ഇല്ലെന്നാണ്. ആ ശരി, നിന്റെ അച്ഛന് അവകാശമുണ്ട്, ശരിയാണ്. നിന്റെ അച്ഛനെ ഉള്ളത് മുഴുവൻ മിഴുങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കുറെ കാലം അമ്മയുടെ പൊട്ടി നിന്നത്. പിന്നെ അവസാനം ഒളിച്ചോടി പോകേണ്ട അവസ്ഥ വന്നപ്പോൾ പോയങ്ങട്. ആ, അതും പറഞ്ഞ് പുള്ളിക്ക് അവകാശമുണ്ട്. ശരിക്കും പറഞ്ഞാൽ തരേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഭർത്താവ് ഇത്തിരി മാന്യനായതുകൊണ്ട് പറഞ്ഞ് അവനും കൂടി കൊടുത്തേക്കുന്നു. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനാണെങ്കിൽ തരൂല, ഉറപ്പായിട്ടും കൊടുക്കൂല. ഇതിപ്പോ 2 ഭാഗമായിട്ട് വീതിക്കണോ 3 ഭാഗമായിട്ട് വീതിക്കണോ എന്നുള്ള ചർച്ചയിലേക്കാണ്. ഒന്നില്ലെങ്കിൽ എൻ്റെ ചേട്ടനും നിങ്ങളുടെ അച്ഛനും, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനും നിങ്ങളുടെ അച്ഛനും, പിന്നെ അമ്മക്കൊരു ഭാഗം. മിക്കവാറും അമ്മക്കൊരു ഭാഗം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. 20 സെന്റിൽ എന്തുണ്ടാവാൻ? അമ്മായി എന്തൊക്കെ പറഞ്ഞാലേ അച്ഛൻ്റെ സ്വത്തിന് മക്കളായ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ചു വിട്ടാലും ഇല്ലെങ്കിലും. കല്യാണം കഴിച്ചു വിട്ട മക്കൾക്ക് അത്ര അവകാശം കൊടുക്കണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഒരുപാട് തന്നിട്ടല്ലേ വിടണത്. പിന്നെ ഒരു ആങ്ങളെ ചെറുക്കൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്, അവൻ എവിടെയെങ്ങാണ്ടും പോയി തൊലഞ്ഞ്. അതെവിടെയാണ് പോയെന്നാ ജീവിച്ചിരിക്കണ്ടാന്നാ മരിച്ചാന്ന് അറിഞ്ഞൂടാ. അവൻ പോയിട്ട് 5-6 കൊല്ലായാലും ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കണ്ടെങ്കിൽ അത് പപ്പാതിയായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും വേണം. അത് തന്നെ. എനിക്ക് തോന്നണേ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തോ ശാപം കിട്ടിയിരുന്നതാണ്. ആദ്യം അച്ഛൻ പോയി, കുറച്ചാൾ മുന്നേ മോനും പോയി. ഇതെന്താണിത്? ഒളിച്ചോടണ ഫാമിലിയാണ്. ഞാനേ ഇവിടെ വന്ന് കയറിയ കാലം മുതൽ അമ്മനോട് പറഞ്ഞാണ് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. അന്ന് പറഞ്ഞ് ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. ഇപ്പം എന്തായി? അന്നേ കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങോട്ട് പോയേനെ. ഇപ്പൊ വന്നിരുന്ന് വെറുതെ ഇരുന്ന് വർത്താനം പറച്ചിലും എന്താ ആവശ്യം ഇരിക്കണം? ഈ തല്ലുടുത്തത്തിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടായാലും അന്നേ അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ കഷത്തിലെടുത്ത് വെച്ച് തള്ള. ഇപ്പൊ തന്നൂല്ല. ആഹാ, ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കാലശേഷമാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ എല്ലാവർക്കും ഓരോരോ ആവശ്യങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് നേരത്തെ ചോദിക്കാന്ന് വെച്ചത്. അയ്യോ, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിന് ഒരു കയ്യും കണക്കില്ല. വടക്കേലെ പറമ്പ് നല്ല മാണിക്കാത്ത പറമ്പായിരുന്നു. ഇപ്പൊ അതുണ്ടായിരുന്നെങ്കില നല്ല കടമുറി പണിതിടായിരുന്നു. വരുമാനം ഇങ്ങോട്ട് വന്നേനെ. ആ പറമ്പ് കൊണ്ടുപോയി തൊലച്ച് വിറ്റ്. അന്ന് അത് വിൽക്കുമ്പോ നമ്മുടെ പേരിലുള്ള സ്വത്താണ്, ശരി സമ്മതിച്ച്. വിൽക്കുമ്പോ ഒന്ന് വിളിച്ചു പറയാ. മൂത്ത മോനല്ലേ എൻ്റെ ഭർത്താവ് വിളിച്ചു പറഞ്ഞാ? ആ, അന്നും വിളിച്ചു പറഞ്ഞില്ല. അവസാനം ഞങ്ങൾ ആരോ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ സ്ഥലം വിറ്റ് ആക്കിന്ന്. ആ, വെറുതെ എല്ലാം അവനെ വിളിച്ചോടി പോയത്. ഇതിൻ്റെയൊക്കെ ശാപമുണ്ട് അവൻ്റെ തലയിൽ. എന്തിനാണ് എൻ്റെ പൊന്ന് ചേച്ചി നാട് വിട്ടുപോയ ആൾക്കാരെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറയണത്? പുള്ളി കള്ളുടിയനായിരുന്നു. കള്ളുടിച്ച് എവിടെയെങ്ങാണ്ടും പോയി തൊലഞ്ഞ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് കടം തീർക്കാന്ന് പോയപ്പോൾ അമ്മയാണ് പറഞ്ഞത് ആ സ്ഥലം വിറ്റ് നമുക്ക് കടം തീർക്കാന്നല്ലാണ്ട് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തതല്ല. ആ, ഇനിയിപ്പം അങ്ങനെ പറയാല്ല. നാട് വിട്ടുപോയ ചേട്ടനും വന്ന് പറയൂല, ഓർമ്മയില്ലാത്ത അമ്മയും പറയൂല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ പേരിൽ കിടക്കണത് ഭാഗം വെച്ച് നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ വിരിച്ചെടുക്കാം. അതാ നല്ലത്. ഞങ്ങൾക്കൊക്കെ എന്തോരം കടോണെന്നറിയോ? എൻ്റെ ദൈവമേ, ഒരു പൈസ കയ്യിലെടുക്കാനില്ല. പശുക്കൾക്ക് ആ പുല്ലൊക്കെ കൊടുത്താണ് അതുങ്ങളെയൊക്കെ വളർത്തണം. 50 പശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഒരു വരുമാനവും ഇല്ല. പിന്നെ ഒരു 3-4 കടമുറി. അതിനെന്ത്? പിള്ളേർ യു കെയിൽ ഒന്നും കിട്ടണമൊന്നുമില്ല. പിന്നെ ചേട്ടനെ ചികിത്സിക്കണം. ഇതൊക്കെ കിട്ടിയിട്ട് വിറ്റിട്ട് വേണം എനിക്കിതൊക്കെ നടത്താനായിട്ട്. ചേച്ചി നിങ്ങൾക്കൊക്കെ എന്ത് കടം?
2 മക്കളും UK സെറ്റിൽഡ് അല്ലേ. എനിക്കങ്ങനെയാണ്. 2നെയും കെട്ടിച്ചിട്ടപ്പോൾ 12 ലക്ഷം രൂപയാണ് കടം ഞാൻ മേടിച്ചത്. അതിപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അടച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടനാണെങ്കിൽ നാട് വിട്ട് പോയി, എവിടെയാണെന്ന് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് ഉള്ളതും കൂടി ഞങ്ങൾ കല്യാണം നടത്തി പിള്ളേരുടെ നന്നായിട്ട് അന്തസ്സായിട്ട് തന്നെ നടത്തി. അന്ന് ഞങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അതിന് ആ സമയത്തല്ലേ എൻ്റെ കെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണിട്ട് ഹോസ്പിറ്റലിൽ കിടക്കിയിരുന്നു. അതാണ് ഞങ്ങളൊന്നും തരാഞ്ഞവരുടെ കല്യാണത്തിന്. അതിന് ആ സമയത്തല്ല വലിയേട്ടൻ്റെ തലയിൽ തേങ്ങ വീണത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവളുടെ 2ാമത്തെ പ്രസവത്തിന് പ്രസവിച്ച് കിടക്കുമ്പോഴാണ് തലയിൽ തേങ്ങ വീണത്. ഇവരുടെ 2 എൻഗേജ്മെൻറ്റ് മാത്രമാണ് ചേട്ടനും ചേച്ചിയും കൂടിയുള്ളൂ. കല്യാണത്തിന് നിങ്ങൾ UK പോയി 2 കല്യാണത്തിനും. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ശരിയാണ് കേട്ടാ, ഞാനേ ചെറുതായിട്ടൊന്ന് മറന്നു. അല്ല, ഈ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞിട്ടേ അമ്മനെ ആര് കൊണ്ടുപോകാന്നാണ് തീരുമാനിച്ചേക്കണത്. ദേ എനിക്ക് പറ്റൂല കേട്ടാ. അതിന് ഇന്ന് തന്നെ ഭാഗം വെച്ച് ഇവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോണമെന്നൊന്നുമില്ല. നമുക്ക് നോക്കാം. എന്നാ ഒരു പണി ചെയ്യാം, നമുക്ക് ആദ്യത്തെ 2 ആഴ്ച, മാസത്തിൽ ആദ്യത്തെ 2 ആഴ്ച ചേച്ചി നോക്ക്. 2 ആഴ്ച എങ്ങനെയെങ്കിലും ഞാൻ നോക്കാം. അയ്യോ, എനിക്ക് കൊണ്ടുപോയി നോക്കാൻ പറ്റൂല കേട്ടാ. അവിടെ ചേട്ടൻ കിടപ്പല്ലേ, എത്ര നാളായി. കുളിപ്പിച്ചുവരെയും കൊടുക്കണത് ഞാനാണ്. ഇനിയിപ്പോൾ ഒരാളെയും കൂടി കൊണ്ടുപോയി നോക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല കേട്ടാ. പിന്നെന്താണ് ചെയ്യണത്? എനിക്കങ്ങനെ ഒരു മാസം ഫുള്ളൊന്നും നോക്കാൻ പറ്റുമൊന്നുമില്ല. എനിക്കാണെങ്കിൽ മക്കളുടെ അടുത്തൊക്കെ ഒന്ന് പോവണ്ടേ. അമ്മ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കൂല എനിക്ക്. അപ്പം പിന്നെ ഇപ്പം എന്താ ചെയ്യാ? ഭാഗം വെക്കുമ്പോഴേ ഇവർക്കും അതിൻ്റെ അവകാശം കൊടുക്കണില്ലേ? അപ്പം ഒരാഴ്ച ഇവരും നോക്കട്ടെ. എന്തു പറയണ്? അയ്യോ, എൻ്റെ വീട്ടിലാ? ഒരാഴ്ച നിൻ്റെ വീട്ടിൽ, പിന്നെ ഒരാഴ്ച ഇവളുടെ വീട്ടിലും. അയ്യോ, അത് പിന്നെ ഒരാഴ്ച നീ നോക്ക്. ബാക്കി വന്ന അവസാനത്തെ ആഴ്ച ഞാൻ എങ്ങനെയെങ്കിലും നോക്കാം. അയ്യോ വല്ലുമ്മേ, എനിക്ക് പറ്റൂല കേട്ടോ. എനിക്ക് ജോലിക്ക് പോവണ്ടേ. ഒരു പണി, ചേച്ചിയുടെ വീട്ടിൽ തന്നെ 2 ആഴ്ച നിർത്താൻ നോക്ക്. ചേച്ചിക്കാവുമ്പോൾ ജോലിക്കൊന്നും പോകണ്ടല്ല. എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞാലും എനിക്ക് വീട്ടിൽ പണിയുണ്ട്, പറമ്പിൽ പണിയുണ്ട്, എന്തോരം പണിയുണ്ട് എനിക്ക് അവിടെ. പിന്നെ ആണെങ്കിൽ ചേട്ടൻ്റെ ശമ്പളത്തിൽ നിന്നല്ല എല്ലാം ചെയ്യണത്. അപ്പം ഇനി ആ ശമ്പളത്തിൽ നിന്ന് അമ്മൂമ്മനെയും കൂടി നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? നടക്കൂല കേട്ടാ. എൻ്റെ പൊന്നു മക്കളെ, ഭാഗം വേണം, പക്ഷെ അമ്മൂമ്മനെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തള്ളനെ കൊണ്ടുപോയി പലയിടത്തും കളയാൻ പറ്റുമോ? വല്ലുമ്മേ, ഞങ്ങളുടെ ഒപ്പേ ചേട്ടൻ്റെ അമ്മയുണ്ട്. അപ്പം ചേട്ടൻ്റെ അമ്മേനെ ഇപ്പം ജോലിയൊക്കെ ചെയ്യണം, കൊച്ചിനെ നോക്കണേക്കാം. ഞാൻ ജോലിക്ക് പോവേനല്ല. ഇനിയിപ്പോൾ അമ്മൂമ്മനെയും കൂടി കൊണ്ടു നിർത്തിയാൽ കഴിഞ്ഞാൽ അമ്മൂമ്മനെയും കൂടി നോക്കാൻ ഞാനെങ്ങനെ പറയും? ഇവളുടെ വീട്ടിൽ നിർത്താൻ പറ്റൂലെങ്കിൽ എൻ്റെ വീട്ടിൽ നിർത്താൻ പറ്റൂല, അത്ര തന്നെ. അപ്പം പിന്നെ ഇനി എന്താ ചെയ്യുക? അല്ലേ പറഞ്ഞ എൻ്റെ മക്കൾ മാത്രമാണ് സ്വത്ത് ഭാഗം ചെയ്തെടുക്കണത്. ചേച്ചിയുടെ മക്കളും ഭാഗം ചെയ്തെടുക്കണില്ലേ? അപ്പം അവരോടും കൂടി നോക്കാൻ പറ. അല്ലാണ്ട് ഇവർ മാത്രം നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പം നീ എന്താ പറയണത്? അവർ UK ഒരാഴ്ച വരണം, മാസത്തിൽ ഒരാഴ്ച, എന്നിട്ട് ഇവരെ നോക്കണമെന്നാ? നടക്കണമല്ല കാര്യം പറ. എന്നാലേ ഒരു പണി ചെയ്യാം. ഇപ്പം അമ്മന എങ്ങോട്ട് പോണാരും പറയണ്ട, മിണ്ടണ്ട. ഇതിൻ്റെ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ പേരിലോട്ടൊക്കെ ആവട്ടെ. എന്നിട്ട് അമ്മക്ക് ഇനിയിപ്പോൾ വൃദ്ധസദനത്തിലോട്ട് പോകാനാണെങ്കിൽ അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിയുടെ വീട്ടിൽ പോകാനാണ് എന്താണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വൃദ്ധസദനത്തിലാണെങ്കിൽ പോകാനുള്ള കുറച്ച് പൈസ ഞാൻ തരാം. മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടാ. UK ദാരിദ്ര്യമാണ്. പിള്ളേർ പാവം, അവിടെ വാടക കാശ് കൊടുക്കാനില്ലാണ്ട് അവസാനം കടം മേടിച്ച് ലോൺ മേടിച്ച് ഒരു വീട് മേടിച്ചിട്ടുണ്ട്. പോരുമ്പോൾ വിറ്റിട്ട് പോരാല്ലാന്ന് ഓർത്തിട്ടേ ഇപ്പോൾ ഓവർ ടൈം ചെയ്താണ് അവിടെ തന്നെ ജീവിക്കണേ. വല്ലാത്ത കഷ്ടപ്പാടാണ് അവിടെ. UK ദാരിദ്ര്യവും. എന്താണ് ഇവിടെ വലിയ ചർച്ച? കുറച്ചു നേരം ആയല്ല തുടങ്ങിയിട്ട്. മുത്തശ്ശി. അമ്മേ, ദാ ഇവിടെ ഇരുന്നോ. അമ്മേ, ഇന്ന് ഞങ്ങളെല്ലാരും കാണണമെന്ന് പറഞ്ഞത് ഭാഗം വെപ്പിന്റെ കാര്യം പറയാനാണ് അമ്മേ. അതെ. എൻ്റെ അമ്മേ, കുറേ നാളായി ഈ ഭാഗം വെപ്പിൻ്റെ കാര്യം ഞങ്ങൾ അമ്മനോട് പറയണത്. എന്നിട്ട് അമ്മ ഓരോ തവണ പറയും, അയ്യോ ഇപ്പം നടക്കൂല, അടുത്ത ആഴ്ച വാ, 2 മാസം കഴിഞ്ഞ് വാന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ആർക്കൊന്നും തരൂലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരാഞ്ഞ് കുറേ നാളായിട്ട്. ഞാൻ വന്ന കാലം മുതലേ അമ്മനോട് പറയണല്ലേ ഈ ഉള്ളതൊക്കെ മക്കളുടെ പേരിലോട്ട് അങ്ങോട്ട് കൊടുത്തേക്കാൻ. അന്നേരം അമ്മ കേട്ടില്ല. അന്നേരം അമ്മ പറയും, എനിക്ക് വന്ന് കയറിയിട്ട് എല്ലാവരെയും തല്ലുപിടിപ്പിച്ച് അവനെയും കൊണ്ട് ഇവിടുന്ന് പോകാനുള്ള ഇതാണെന്നൊക്കെ. എടി മോളെ,
നിന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയണമാണ്. വലിയ വിശദീകരണം ഒന്നും വേണ്ട കേട്ടാ. ഈ അമ്മയുടെ ഒരു തമാശ. എന്നാ പിന്നെ അമ്മേ, ഞങ്ങൾക്ക് എന്താണ് തരാൻ ഉദ്ദേശിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടിട്ടാണ് ഇവരൊക്കെ വന്നേക്കണതേ. പിള്ളേർ വരും, അതിന് മുന്നേ എത്തണം. പിന്നെ എനിക്കാണെങ്കിൽ വൈകുന്നേരം കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. പോയില്ലെങ്കിൽ 5 രൂപ കൊടുക്കണം അമ്മേ, അതാണ്. ആ എനിക്കും പോണം അമ്മേ. ചേട്ടൻ കിടപ്പല്ലേ. അപ്പുറത്തെ വീട്ടിലെ സുബ്രഹ്മണ്യൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇത്തിരി നേരം വന്നിരിക്കട്ടാ, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. ആ എന്നാ പിന്നെ ഞാനായിട്ട് ആരുടെയും സമയം കളയുന്നില്ല. പിള്ളേരുടെ അച്ഛനായിട്ട് ആകെ ഉണ്ടാക്കിയത് 20 സെൻറ്റാണ്. പിന്നെ ഒരു 8 സെൻറ്റ് വേറെ ഉണ്ടായിരുന്നു, അത് കൊടുത്തല്ല. പുള്ളിയുടെ ബുദ്ധിമോശത്തിന് നടുക്ക് തന്നെ കൊണ്ടുവന്ന് വീട് വെച്ച്. അപ്പോൾ പുറകേൽ 8 സെൻറ്റേ ഉള്ളൂ. മുത്തശ്ശി, എനിക്ക് ഈ വീട് വേണ്ടാട്ടാ, എനിക്ക് ഓൾറെഡി വീടുണ്ടല്ല. എനിക്ക് സ്ഥലമായിട്ട് എന്തെങ്കിലും തന്നാൽ മതി, അതായിരിക്കും നല്ലത്. അതിന് വീട് നിനക്കാണെന്ന് ആരാടി പറഞ്ഞത്? വല്ല ആവശ്യമുണ്ടാ? തരണത് മേടിച്ച് വീട്ടിൽ പോയാൽ പോരെ, ചോദിക്കാതെ. നീ പൊടി ദേ ചേച്ചിയായി പോയില്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടിയാനെ. ആ ചവിട്ടി കൂട്ടാൻ ഇങ്ങോട്ട് പാടി, ഞാൻ നിന്നേരാ. എടി മക്കളെ, അംഗം വെട്ടാൻ ഇവിടെ ഈ വീട്ടിൽ പറ്റൂല. ദേ ആ ഗേറ്റിന്റെ പുറത്ത് പോയിട്ട് അംഗം വെട്ടിക്കോ, എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഇവിടെ ഇരുന്നത് പറ്റൂല. അയ്യോ ഒന്നടങ്ങിയിരുന്ന രണ്ടും. അമ്മ പറ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുത്തശ്ശി, ഇതാര്? മോളെത്തിയ. അമ്മക്ക് എങ്ങനെയുണ്ട് മോളെ? ഇപ്പൊ കുഴപ്പമില്ല മുത്തശ്ശി, നാളെ ചിലപ്പോ ഡിസ്ചാർജ് ആകുമായിരിക്കും. അമ്മേ ഇതാരാണമ്മേ? ഇവളാരാന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ അല്ലേ? അറിയണം എങ്ങനെയാ? ഒരു കൊല്ലം മുന്നേ ഇവിടെ വന്ന് ഭാഗം ചോദിച്ച് തല്ലുപിടിച്ച് നിങ്ങളെല്ലാവരും കൂടി പിരിഞ്ഞു പോയതല്ല. അതിന് ശേഷം നിങ്ങളാരും കൂടെ എത്തി നോക്കിയിട്ടും കൂടി ഇല്ലല്ല. ഒരു 8 മാസം മുന്നേ ഞാൻ ഇവക്കും അമ്മക്കും ആ ചായപ്പില് 2 മുറികൾ വാടകയ്ക്ക് കൊടുത്ത് ഒറ്റക്ക് ജീവിച്ച് മടുത്ത്. ഇവരവിടെ വന്നപ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. ആരുമില്ലെങ്കിലും ജീവിക്കണ്ടേ. എൻ്റെ ദൈവങ്ങളെ, ആഹാ ഇതെന്താണിത്? മക്കളൊന്നും വേണ്ടേ? അവരോടൊന്നും പറയണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. വാടക കൊടുത്താരൊന്നും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ ദൈവമേ, വാടകക്കാരൊന്നും ഇപ്പൊ വിശ്വസിച്ചൂടാ. അവരങ്ങോട്ട് പേപ്പറും തന്നത് ഒന്നും ആക്കെന്ന് പറയും, പതിപ്പിച്ചങ്ങോട്ട് പോവും. അപ്പൊ പിന്നെ ഉള്ളത് മുഴുവൻ അവരുടെ കഷ്ടത്തിലിരിക്കും. ആഹാ എന്താ ആവശ്യമിരിക്കണ്? ആരോടും പറയാണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണ്. നമുക്ക് പ്രായം കൂടിയല്ലേ, കുറഞ്ഞല്ല. അത് തന്നെ. ഈ കയ്യിലും കഴുത്തിലൊക്കെ കിടക്കണ എല്ലാം കൂടി എന്തായാലും ഒരു 1.5 പവൻ 2 പവൻ ഉണ്ട്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 2 ലക്ഷം രൂപയുടെ അടുത്തങ്ങോട്ട് വില വരും. അറിയാത്തവരൊക്കെ വീട്ടിൽ കയറ്റി പാർപ്പിച്ച് കഴിഞ്ഞാലില്ലേ, ഇവരങ്ങോട്ട് വെട്ടിത്തുണ്ടിയും കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് പോവും. അവസാനം ഞങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഓ നീ നോക്കി എന്റെ കണക്കൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എൻ്റെ ഇളയ മരുമോളെ. എനിക്കും ആരെങ്കിലൊക്കെ കൂട്ട് വേണ്ടേ? ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഞാൻ 2 പ്രാവശ്യമാണ് ബാത്റൂമിൽ തെന്നി വീണത്. അന്നേരം ദൈവഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അന്നേരം എന്നെ നോക്കിയത് ഈ മോളാണ്. അതുകൊണ്ട് ഇവളെയും ഇവളുടെ അമ്മനെ എനിക്ക് നല്ല വിശ്വാസമാണ്, നിങ്ങളെക്കാളും വിശ്വാസമാണ്. ഓ അപ്പൊ അമ്മ ഞങ്ങളെ ഒന്നും അറിയിക്കൂലെന്ന് സാരം. നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ, അതാണ് അറിയിക്കാത്തത്. പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ബാക്കി പറ. പിന്നെ വിശേഷം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം കാണുള്ളൂ. ഞങ്ങൾക്കൊക്കെ പോയിട്ട് വലിയ ആവശ്യങ്ങളുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വീട് നടുവിൽ തന്നെയാണല്ലോ കൊണ്ടുവന്ന് വെച്ചത് പിള്ളേരുടെ അച്ഛൻ. അപ്പം വീട് പകുതിയായിട്ട് ഇങ്ങനെ മുറിക്കൽ നടക്കൂല. അതുകൊണ്ട് പുറകേൽ 8 സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് തരാം, അതായത് എൻ്റെ 2 ആൺമക്കൾക്കും തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് ആർക്കാണ് അമ്മയെ കൊടുക്കണത്? ഈ വീടും 12 സെൻറ്റും കൂടി അത് അമ്മനെ അവസാന കാലം നോക്കണവർക്കാണ്. എന്നാൽ ഞാൻ നോക്കൂട്ടെ, ആരും തർക്കിക്കണ്ട, ഞാൻ അമ്മനെ പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെയല്ല, ഞാനത് ഇവക്ക് കൊടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്കാ? അയ്യോ നിനക്കല്ല, അവക്ക്. ഇവക്കാ? എന്റെ തമ്പുരാനെ, വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ട് ആ വീട് തന്നെ നീ സ്വന്താക്കിയല്ലേ? കൊള്ളാലരി മോളെ നീ. മുത്തശ്ശി എനിക്കൊന്നും വേണ്ട, അവർക്ക് തന്നെ കൊടുത്തുവല്ല. ഇവളെന്നെ സോപ്പിട്ടൊന്നല്ല, സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്.
ഇവർ വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ടുള്ളത്. ഒന്ന് വർത്താനം പറയാൻ പോലും എനിക്കിവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവളുടെ അച്ഛനാണെങ്കിൽ മരിച്ചുപോയി, അമ്മ ആണെങ്കിൽ അസുഖക്കാരി. അതുകൊണ്ട് പിന്നെ വീടും ഇല്ല ഇവർക്കൊക്കെ. അതുകൊണ്ടാണ് ഈ വീട് എൻ്റെ മരണശേഷം ഇവക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് കൊള്ളാമേ, ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് അപമാനിച്ച പോലെ. ഞാൻ ആരെ അപമാനിച്ചിട്ടില്ല. എൻ്റെ കെട്ടിയോൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, നീ എപ്പോഴാ സന്തോഷമായിട്ടിരിക്കുന്നത്, എവിടെയാ സന്തോഷമായിട്ടിരിക്കുന്നത് അവിടെ നിൽക്കുക. നിൻ്റെ ആൺമക്കൾക്ക് നിനക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നീ വല്ല അനാഥാലയത്തിന് ഇത് എഴുതി കൊടുത്തോടിയെന്ന്. കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഇവർ വന്നത്. ഇനി എന്തായാലും ഇവക്ക് തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. എന്നാൽ പിന്നെ ആ 8 സെൻറ്റ് മാത്രമായിട്ട് ഞങ്ങൾക്ക് തന്നെ എന്തിനാണ്? അതും കൂടി അവളുടെ വായിലോട്ടങ്ങ് തീരുമായിരുന്നില്ലേ? അതും ഞാൻ ആലോചിച്ച് നിങ്ങൾക്കൊക്കെ അത് വേണ്ടെന്നാ പറയണമെങ്കിൽ അതും കൂടി ഇവക്ക് കൊടുക്കാമെന്നാണ് എൻ്റെ തീരുമാനം. ആഹാ, നല്ല അടിപൊളി തള്ള. തള്ളയുടെ മനസ്സിലിരിപ്പ് കണ്ട. സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും കണ്ടുകൂടാ. വല്ലയിടത്തുനിന്ന് കയറിയാൽ അവളോടാണ് ഇഷ്ടം. അയ്യോ എടി, വായേ തോന്നിയത് ഇവിടെ ഇരുന്ന് പറഞ്ഞ ഉള്ളതും കൂടി ഞാൻ തരൂല. ബാക്കിയുള്ള 8 സെൻറ്റും കൂടി ഞാൻ ഇവളുടെ പേരിൽ അങ്ങോട്ട് എഴുതി വെക്കും. ഈ ചതി മുത്തശ്ശി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് തന്നെ. അപ്പം നിങ്ങളൊക്കെ പറഞ്ഞു തന്നെ എന്താണ്, എന്നെ നോക്കാത്ത എൻ്റെ മക്കളെയും കൊച്ചുമക്കൾക്കൊക്കെ ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വീതിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ തെരുവിലോട്ട് ഇറങ്ങണമെന്നാണോ? എൻ്റെ പൊന്നമ്മേ, അമ്മ ഒരു 3-4 വർഷം കൂടി ഇനി ജീവിക്കും. അതുവരെ നോക്കാനൊരു പെണ്ണ് നിർത്തിയാൽ പോരെ. അത് വേണമെങ്കിൽ ഞങ്ങളൊക്കെ കൂടി പൈസ പിരിവിട്ട് എന്തെങ്കിലും മണ്ടാരടക്കാം, എന്തെങ്കിലും ആവട്ടെ. ഇതിപ്പോൾ വന്നോരും നിന്നോരൊക്കെ കൂടി വീട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമാണ്. അത് വല്ലയിടത്തും നടക്കുമോ? ഞങ്ങളൊക്കെ പിന്നെ ഒന്നും പറയാത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. വാടകക്കാർക്ക് വീട് എഴുതി കൊടുക്കണേ, ഇത് എന്താണിത്? നിങ്ങളൊക്കെ ഒന്നും പറയണ്ട, ഇതാണ് എൻ്റെ തീരുമാനം. പുറകെ കിടക്കണ 8 സെൻറ്റ് എൻ്റെ 2 ആൺമക്കൾക്കും ഞാൻ എഴുതി തരും. റോഡ് സൈഡല്ലേ, പുറകെ കിടക്കണേനും പൈസയുണ്ട്. പക്ഷേ അതിലോട്ടുള്ള വഴി ഞാൻ തരൂല. വഴി തന്നാൽ നിങ്ങൾ അന്ന് വിൽക്കും, അതെനിക്കറിയാം. വല്ല കൃഷിയൊക്കെ ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ എടുത്തോ. എത്ര കാലം കഴിഞ്ഞാലും ഇത് ഒരുമിച്ച് തന്നെ കിടക്കണം, 20 സെൻറ്റും. അതാ എൻ്റെ ആഗ്രഹം. പിന്നെ വയസ്സാം കാലത്ത് കൃഷി ഉണ്ടാക്കാൻ പോകണം. പക്ഷേ നേരാവണ്ണം നിൽക്കാൻ പറ്റണില്ല ഇപ്പം. അപ്പോഴാണ് കൃഷി. അപ്പോൾ എൻ്റെ തീരുമാനം ഇതാണ്. 8 സെൻറ്റ് നിങ്ങൾക്ക് 2 പേർക്കായിട്ട് ഞാൻ വീതിച്ചു തരും. ഈ വീട് എനിക്ക് വേണം. എൻ്റെ കാലശേഷം അത് അവക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ ഇനി സെൻറ്റ് വീതിച്ച് എഴുതി തരാം. അതിനുശേഷം ഒരാളും ഇങ്ങോട്ട് വരണ്ട, എൻ്റെ കാര്യം അന്വേഷിക്കുകയും വേണ്ട. ഞാനെന്നല്ല, മിക്ക അമ്മമാരും വയസ്സാകുമ്പോൾ മക്കളെ നോക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് വളർത്തുന്നത് അവരെ. പക്ഷെ ഇന്നത്തെ കാലത്ത് മിക്ക അമ്മമാർക്ക് അത് കിട്ടുന്നില്ല. അതാണ് സത്യം.